നമസ്കാരം കൗൺസിലർ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഞങ്ങള് നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ വന്നത് ഈ ഇപ്പൊ ഏകദേശം നമ്മുടെ കാലാവധി തീർന്നല്ലോ, തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. സന്തോഷം. ഇങ്ങനെ ഒരു വിലയിരുത്തല് ആവശ്യമാണ്. കാരണം എല്ലാം 100% ആർക്കും ചെയ്തു തീർക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇനി അടുത്ത ഒരു ടേമിൽ ആരാണോ വന്നത് അവർക്കൊരു പ്രചോദനവും, ചെയ്യാത്ത കാര്യങ്ങൾ അത് ചെയ്യാൻ കുറച്ച് ബാക്കി വെച്ചിട്ടായിരിക്കുമല്ലോ എല്ലാ കൗൺസിലർമാരും പോകുന്നത്. പിന്നെ ഈ ഒരു കൗൺസിലിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് ഈ കൗൺസിൽ ആരംഭിക്കുന്നത് തന്നെ. ഒരു ഭയങ്കര ഒരു പ്രതിസന്ധി. കാരണം ഞാൻ പറയും, ഈ ഒരു കൗൺസിലായ ഒരു കൗൺസിലർമാരെല്ലാം വലിയൊരു ടാസ്ക് കഴിഞ്ഞിട്ടാണ് ശരിക്കും പ്രവർത്തനം തന്നെ അവർക്ക് തുടങ്ങാൻ പറ്റുന്നത്. പിന്നെ അതിനുപരി എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും എല്ലാ കൗൺസിലേഴ്സിനും കില്ലയുടെ ഒരു ക്ലാസ് കിട്ടും. അത് ഒരു വീക്ക് അവിടെ നിന്നുകൊണ്ട് ഈ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൗൺസിലറിൽ ചെയ്യേണ്ട അത് നമുക്ക് ഇപ്പോൾ എൻജിനീയറിങ് സെക്ഷൻ പോലെ എല്ലാം അത് ഒരു എന്തൊക്കെയാണ് ഒരു കൗൺസിലർ ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റഡി ശരിക്കും അത് ഈ ഒരു കൗൺസിലിന് കിട്ടിയിട്ടില്ല. കാരണം ആ കോവിഡിൻ്റെയൊക്കെ ഭയങ്കര നല്ല പീക്ക് ടൈമായിരുന്നല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് ആ ക്ലാസ്സൊക്കെ കിട്ടാത്തത് ഒരു ശരിക്കും എല്ലാ കൗൺസിലർമാർക്കും അതിൻ്റെ. എന്നാലും പിന്നെ നമ്മളെല്ലാം പഠിച്ചാണല്ലോ, ആരും ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ അതെങ്കിലും ആ 2 വർഷം നമുക്ക് പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോയത്. പിന്നെ അതിനുപരി നമുക്ക് പല ഫണ്ടുകളില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പം അതൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു 5 വർഷം എത്തുമ്പോൾ മനസ്സിന് സംതൃപ്തി തന്നെയാണ്. ആ പ്രതിസന്ധിയിൽ നിന്നെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇപ്പം മുന്നേറുമ്പോൾ 100% ചെയ്തു എന്ന് ഒരിക്കലും അവകാശപ്പെട്ടില്ലെങ്കിലും ഒരു 90% ഈ ഡിവിഷനിൽ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ്. നമ്മുടെ ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത ചില പദ്ധതികളുണ്ടായിരുന്നു നഗരസഭ പിന്നെ പരിധിയിൽ, നമ്മുടെ ഈ ഡിവിഷൻ പരിധിയിൽ. അപ്പോൾ അത് നമുക്ക് എടുത്തു കാണിക്കാവുന്ന, നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു കാണിക്കാവുന്ന ഇപ്പൊ റോഡ് നന്നാക്കൽ അങ്ങനെ അല്ലാതെ വേറെ എന്തൊക്കെ പ്രൊജക്ടുകൾ? ഈ ഡിവിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഡിവിഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അത് നമ്മളൊരു കൗൺസിലർ ആയപ്പോഴാണ് ആ ഒരു പ്രതിസന്ധി നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു എല്ലാ ഡിവിഷനിലും പൊതുവായ ഇടങ്ങളുണ്ട്. അതിൽ ഇല്ലാത്ത ഒരു ഡിവിഷൻ ശരിക്കും മറ്റുള്ള ഡിവിഷനിൽ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഇപ്പൊ മുണ്ടമ്മയിൽ 22 ആയാലും 24 ആയാലും 10 ആയാലും ഇപ്പൊ 12 ആയാലും നമുക്ക് ചുറ്റും നിൽക്കുന്നത് ഇപ്പൊ ഇത്ര ഡിവിഷനാണ് 12. അപ്പൊ ഈ ഡിവിഷനുകളിൽ നിൽക്കുമ്പോൾ അവിടെയെല്ലാം ഇപ്പൊ കൗൺസിലർ ഓഫീസ് ഉണ്ട്, അംഗനവാടികളുണ്ട്, പിന്നെ ADS ഹാളുകളുണ്ട്. മറ്റ് നമുക്ക് ഇപ്പൊ മുണ്ടമേലി പറയുകയാണെങ്കിൽ സുനാമി ഹാളുണ്ട്, പാർക്കുകളുണ്ട്. 10ാം ഡിവിഷനിൽ പറയുകയാണെങ്കിൽ പാർക്ക് ഇപ്പം അതുകൊണ്ട് അതിവിടെ പല ടർഫ് എല്ലാം വെക്കാൻ പറ്റി. പിന്നെ 24 പറയുന്നതും ബഡ്സ് സ്കൂൾ, അങ്ങനെ അംഗനവാടികൾ, അങ്ങനെ വിവിധ തരം 12-ലാണെങ്കിൽ പോലും അംഗനവാടികളും എല്ലാം സ്വന്തം കെട്ടിടത്തിൽ വരുമ്പോൾ ഈ ഡിവിഷനിൽ നമുക്ക് അത്തരത്തിൽ ഫണ്ടുകൾ വരുമ്പോൾ നമ്മൾ നിസ്സായി പോവുക. കാരണം നമുക്ക് ആകെ ഉള്ളത് മാർക്കറ്റാണ്, അത് ഓൾറെഡി നവീകരിച്ചു. പിന്നെ ഉള്ളത് പബ്ലിക് ടോയ്ലറ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മാർക്കറ്റ് നവീകരണം ഒരു വലിയ ഒരു ടാസ്ക് ആയിരുന്നു. തീർച്ചയായിട്ടും ടാസ്ക് ആയിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു സെന്ററിൽ തന്നെ ഇപ്പം നമുക്ക് വൈകിട്ടാണ് അന്തി മാർക്കറ്റാണ്, അതിൻ്റെ BOT മാർക്കറ്റ് എന്നും പറയും. അത് അവിടെ നവീകരിച്ച് എന്ന് പറയണത് വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ്. തട്ടുകളെല്ലാം അപ്പോൾ പുനഃക്രമീകരിച്ചുകൊണ്ട് ഫ്ലോറും പിന്നെ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റണ ഒരു ഫണ്ടായിരുന്നു. ഫ്രണ്ടിലേക്കും അതിൻ്റെ ലൈറ്റുകളൊക്കെ, പുതിയ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ അത് നവീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും MLA മേയറൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഒക്കെ എത്തി നന്നായിട്ടൊക്കെ അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ മാർക്കറ്റ് നവീകരിച്ചതോടുകൂടി ഈ മാർക്കറ്റിന് ഒരു പുതിയ ഒരു മുഖം വന്നു. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ മോശം സാഹചര്യത്തിൽ നിന്ന മാർക്കറ്റ് അതിനൊരു പുതിയ മുഖം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് വളരെ പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കുവാനും
ശിവാഡുറോം എന്ന് പറഞ്ഞ കൗൺസിലർക്ക് കഴിഞ്ഞു. അതെ അതെ അതെ, അത് അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം കച്ചവടം ഇല്ലെങ്കിലൊക്കെ അവരന്നു കച്ചവടം ചെയ്ത് ജീവിക്കുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർ ആ കച്ചവടം ഒരു ദിവസം ഇല്ലാണ്ടായാൽ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല. പക്ഷെ അത് അവരെ നിർത്തി ഒരു സൈഡിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവരുടെയും കൂടി സഹകരണത്തോടെയാണ് കേട്ടോ അത്തരത്തിൽ അത് നവീകരിക്കാം. അവരുടെ ഉപജീവനമാർഗം തടസ്സപ്പെടാതെ തന്നെയാണ് അവർക്ക് അത് നമുക്കത് കൈകാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. കാരണം അവർക്ക് ഒരു ദിവസവും ഞാൻ പറഞ്ഞ പോലെ അന്നന്ന് ജോലിയെടുത്ത് ജീവിക്കുന്ന ഓരോ തൊഴിലാളികളുമാണ് അവിടെയുള്ളത്. ഈ തോപ്പുംപടി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ ഒരു കവാടമാണ്, അതായത് ഒരു ഹൃദയഭാഗമാണ്. ഈ ഹൃദയഭാഗത്തിന്റെ കൗൺസിലറാണ് ശിവാഡുറം. സ്വാഭാവികമായിട്ടും MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ സഹായം ഈ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇപ്പൊ ഒരു കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ജനപ്രതിനിധി മാത്രമാണ്. അതിനപ്പുറം നമുക്ക് രാഷ്ട്രീയം നമുക്കില്ല. നമുക്ക് എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയം പിന്നെ അവിടെ നമ്മൾ കാണാൻ പാടില്ല. ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പ്രതിസന്ധി സമയമായിരുന്നു. നമുക്ക് ഫണ്ടുകളുടെ അപര്യാപ്തതയുണ്ട്, പല റോഡുകളും ശോചനീയാവസ്ഥയിലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ഒരു ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന MLA എന്ന രീതിയിൽ നല്ലൊരു സഹായം നമുക്ക് ലഭിച്ചു അത്തരത്തിൽ. കാരണം വിവിധ റോഡുകൾ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ തോപ്പുംപടി പ്രദേശത്ത് നമുക്ക് വളരെ വെള്ളക്കെട്ട് അനുഭവിക്കണ ഒരു പ്രദേശമായിരുന്നു തോപ്പുംപടി ജംഗ്ഷൻ തന്നെ. ഒരു മഴ നമ്മൾ മുട്ടോളം വെള്ളത്തിലായിരുന്നു നീന്തി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു മാറ്റം അത് വളരെ നമുക്കെന്ന് വെച്ചാൽ തോപ്പുംപടിയെ സംബന്ധിച്ചിടത്തോളം വിവിധ സ്ഥലങ്ങളിലെ ആളുകൾ കടന്നു പോകുന്ന ഒരിടമാണ്. നമുക്ക് പല സ്ഥലത്തേക്കും നമുക്ക് ഇവിടെ നിന്നാണ് കടന്നു പോകുന്നത്. അപ്പൊ അത്തരത്തില് നമ്മൾ കടന്നു പോകുമ്പോൾ ആ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അതെങ്ങനെ മാറ്റും എന്നുള്ള ഒരു കോർപ്പറേഷന് ഫണ്ട് കൊണ്ട് നടക്കില്ല. പക്ഷെ അത്തരത്തില് MLA ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഈ തോപ്പുംപടിയുടെ എല്ലാ ഭാഗവും അദ്ദേഹത്തിന് അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിൽ ഫണ്ട് കൊണ്ടുവന്ന് ആ ഭാഗം നല്ല നവീകരിക്കും. തോപ്പുംപടി ജംഗ്ഷനിൽ സ്ഥാപിച്ച മീഡിയനെ കുറിച്ച് വലിയ വിമർശനവും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നതാണ്. കാരണം ആ മീഡിയൻ അത്രയും വേണ്ടായിരുന്നു, ചുരുക്കി പണിതാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ. അത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി നടപ്പാക്കിയത്. അതിനെ കുറിച്ച് കൗൺസിലർ എന്ന രീതിയിൽ എന്താണ് പ്രതികരണം? ഒരു PWDയുടെ വർക്കാണത്. അത് ആ PWD എഞ്ചിനീയറും MLAയും അവിടുത്തെ വ്യാപാരികളും എല്ലാവരും കൂടി സംയുക്തമായി ഇരുന്നുകൊണ്ട് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അവരും സാധാരണ ബസ്സുകൾ അവിടെ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്ന് പല അപകടങ്ങളും അവിടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പരിസ്ഥിതി അറിയാവുന്നതും ആ പരിസരം അറിയാവുന്നതും വ്യാപാരികൾ ഉൾപ്പെടെ ഇത്തരത്തില് സംയുക്തമായി നിന്നുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്കും ആ രീതിയിൽ അങ്ങനെ വന്നാൽ അതിന് അവർക്കും പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ വ്യാപാരികളിൽ നിന്ന് ഒരു പ്രതിഷേധം ഉയർന്നു. അത് എന്തായാലും അതങ്ങനെ പോട്ടെ. ഡിവിഷനിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും നവീകരിച്ചു കഴിഞ്ഞില്ലേ? ഞാനതാ നേരത്തെ പറഞ്ഞത്, 100% നമുക്ക് തീർക്കാൻ പറ്റില്ലെങ്കിൽ 90% നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പൊ 100% നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിവിടെ വരുമ്പോ വെള്ളക്കെട്ടുണ്ടായിരുന്ന വിവിധ റോഡുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് എടുത്തു പറയാമെന്നത് MK സിദ്ധൻ റോഡ്, പിന്നെ അച്യുതമേനോൻ എൻക്ലേവ്, അവിടെയൊക്കെ ആ മുട്ടോളം വെള്ളം പ്രതിസന്ധി ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ആ ഇലക്ഷൻ സമയത്ത് നമ്മ അവർക്ക് കൊടുത്തൊരു വാക്കാണ്, നമ്മളത് ചെയ്ത് തീർക്കാമെന്നുള്ളത്. ഇപ്പൊ അച്യുതമേനോൻ എൻക്ലേവ് ആണെങ്കിൽ പോലും അത്തരത്തില് വളരെ മുട്ടോളം വെള്ളത്തിൽ നീന്തി ആണ് അവിടുത്തെ ആളുകളും നടന്നിരുന്നത്. പക്ഷെ അത് നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. പിന്നെ ഇനിയിപ്പോ നമുക്ക് അതിൻ്റെ ഒരു കനാല്, അവരെ പള്ളിച്ചാൽ തോട് കടന്നു പോകുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇപ്പോൾ നമുക്ക് കോർപ്പറേഷൻ്റെ ഫണ്ട് തികയില്ല. അപ്പോൾ അതിന് MLA ഇപ്പോൾ ഇന്നലെ കത്ത് തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് അതിനെ നമുക്കത് സ്ലാബ് ഇട്ട് പോകാൻ അവിടുത്തെ ആളുകളെ എല്ലാം കൂട്ടി ഒരു മീറ്റിംഗ് വെക്കുകയും അവരെയൊക്കെ എല്ലാം കുറച്ച് കാര്യങ്ങളുണ്ടായി. അവിടെ കുറച്ച് മാർക്ക് ചെയ്തൊക്കെ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിട്ടുകൊടുക്കാനും അത് നല്ല രീതിയിൽ കല്ല് ഭിത്തി പണിതുകൊണ്ട്
കരിങ്കൽ ഭിത്തി പണിത് സംരക്ഷണ ഭിത്തി തീർത്തിട്ട് അത് സ്ലാബ് ഇട്ട് മൂടി അവർക്ക് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. വരെ നമുക്ക് ഒരു പരിധി വരെ പിന്നെ നന്നാക്കുവാൻ അല്ലെങ്കിൽ നവീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പഴികേട്ട വേറൊരു റോഡാണ് പള്ളിച്ചാൽ റോഡ് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ വലിയ കുഴികൾ, അത് ഒരു എനിക്ക് തോന്നുന്നു ആ റോഡിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു പ്രത്യേകത. എനിക്കൊണ്ട് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ആ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. അത് വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ നവീകരിച്ച് കട്ടയൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതിന് കാലതാമസം വരാൻ എന്തായിരുന്നു കാരണം? ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു BMBC ചെയ്തിട്ട് 5 വർഷമാകാതെ അത് പൊളിക്കാൻ പോലും പാടില്ല, അതിനൊരു കേടുപാടും വരാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ വലിയൊരു പൈപ്പ് പൊട്ടി ഒരു ഗർത്തം ഉണ്ടായി. അത് ആ നമ്മൾ ടാർ ചെയ്ത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തില് ആ പൈപ്പ് പൊട്ടി, വലിയൊരു പൈപ്പ് പൊട്ടി. അത് എന്നിട്ട് നമ്മള് പരമാവധി അത് റിപ്പയർ ചെയ്തു, പൈപ്പൊക്കെ അടച്ചു, കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. പക്ഷെ വീണ്ടും അത് പാച്ചൊക്കെ ചെയ്തു. എന്നിട്ട് പോലും അതവിടെ നിൽക്കുന്നില്ല, വീണ്ടും പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനൊരു നമ്മളെപ്പോഴും ഒരു കണ്ണിൽ പൊടിയിടണ പോലെ ഒരു പാച്ച് ചെയ്യുക, പിന്നെ മാറിയിക്കുക, പിന്നെയും കുഴിയുക, പാച്ച് ചെയ്യുക, അതല്ല. നമുക്കതൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മള് അപ്പോഴാണോ ഇത്തരത്തിൽ ഇത് എങ്ങനെ പലരും ഇങ്ങനെ നമ്മുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ ഇത് അറിയാവുന്ന ആളുകളൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നു, പലരും ഉണ്ട്, പറഞ്ഞു തന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തില് ഇത് ഇങ്ങനെ കട്ട വിരിച്ചു കഴിഞ്ഞാല് നമുക്കിതിനൊരു, കാരണം നമ്മൾ PWD റോഡൊക്കെ പലതും കണ്ടിട്ടുമുണ്ട്. കട്ട വിരിച്ചു കഴിയുമ്പോൾ കട്ട വിരിച്ചു കഴിയുമ്പോൾ നമുക്കിതിന്, അതും സാധാ കട്ടയല്ല, ഹൈഡ്രോളിക് കട്ട, അത് നമുക്ക് PWD മാത്രമാണ് അത്തരത്തിൽ വിരിക്കുന്നത്. അപ്പൊ നമ്മളത് ഡിവിഷൻ ഫണ്ടില് അവിടെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഫണ്ട് ആക്കി തീർത്തെങ്കിലും ഇത് ഇനി PWD കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് നമുക്കൊരു ടാസ്ക്കാണ്. അപ്പൊ അത് MLA സഹായത്താലാണ് PWD കരാറുകാരനെ കൊണ്ട് നമുക്കത് ചെയ്താൻ പറ്റിയതും നല്ല ഭംഗിയായിട്ട് തന്നെ. അതും അതെടുത്ത് ടെൻഡർ എടുത്ത ശേഷം പിന്നെ നടപടികൾ ഉണ്ടായിട്ടും അദ്ദേഹം അവിടുത്തെ MLA ഇടപെടൽ മൂലം ഇനിയും കാലതാമസം വരാണ്ടിരിക്കാൻ എളുപ്പം അത് ഇടപെടൽ മൂലം എളുപ്പം സാധിക്കും. ഇവിടെ നമ്മുടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു. നിങ്ങളത് കേസൊക്കെ ആയി തോന്നുന്നു അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവിഷൻ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഡിവിഷനിൽ 2 ഹൈമാസ്റ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മള് ഡിവിഷൻ ഫണ്ടിൽ ആരും ഹൈമാസ്റ്റ് ഇട്ടിട്ടില്ല. പക്ഷെ നമ്മള് ലൈറ്റ് എന്ന് പറയുന്നതും റോഡെന്ന് പറയുന്നതും ജനങ്ങൾക്ക് അത് നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരുടെ നികുതി പണമാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഒത്തിരി റോഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഈ 2 ലൈറ്റ് ഹൈമാസ്റ്റ് ലൈറ്റ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ പേരി ജംഗ്ഷൻ സെന്ററിലും ഒന്ന് കൊച്ചുപള്ളി സെന്റ് സെബാസ്റ്റ്യന്റെ അവിടെയും ഈ 2 ലൈറ്റ് ഇട്ടിട്ടും ഞാനൊരു ഉദ്ഘാടനം ചെയ്തിട്ടില്ല, പത്രത്തിലും കൊടുത്തിട്ടില്ല. പക്ഷെ ഇതൊരു പ്രഹസനമാകരുത്. നമ്മളൊരു കാര്യം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇന്ന് പല റോഡുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യവും MP ഫണ്ട് ചോദിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തകർ, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പല വീടുകളിലേക്ക് പോകുന്ന വഴികളും മഴ പെയ്താൽ വെള്ളക്കെട്ടും അവർ പലരും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട് അവരുടെ പ്രതിസന്ധികൾ. കാരണം അത് ശരിയാണല്ലോ, അവരത് പറയുന്ന സ്വാഭാവികമാണ്. കാരണം അവർക്ക് നല്ല റോഡ് ആവശ്യമുണ്ട്. പക്ഷെ ആ റോഡുകൾ പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഒരു MP എന്ന നിലയിൽ ഏതെങ്കിലും ഒരു ഫണ്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷെ ലൈറ്റ് ഇടൽ മാത്രമല്ല ഒരു MP ചുമതല. ഇതിനു മുമ്പുണ്ടായ MP ഉണ്ട് KV തോമസ്, 2 റോഡുകള് കുഞ്ഞച്ചൻ ചേട്ടൻ കൗൺസിലർ ആയിരുന്നപ്പോ കൊടുത്ത് ഞാൻ പോയിട്ടുണ്ട് ആ ഉദ്ഘാടനത്തിന്. കോസ്മോസ് റോഡ്, പിന്നെ പോയിക്കോ പരിപാടിയൊന്നും ഇല്ല, എല്ലാവരും കാണുക, അത്രേ ഉള്ളു. അങ്ങോട്ട് വരാം. നമുക്ക് വെള്ളിയാഴ്ച ഷിപ്പിൽ കൊണ്ടുപോകണം. വെള്ളിയാഴ്ച മറ്റന്നാ കേട്ടാ. വന്നാ പുറകിലിരുന്ന് എന്ത് കാണിക്കണേ? എവിടെ പോയിച്ചേ? നോക്കി കൊള്ളാം, മിടുക്കനായിട്ടുണ്ട്. നോക്കി ഇറങ്ങും കേട്ടാ. അപ്പൊ അതൊരു വിവാദത്തിലേക്ക് കടന്നു. പിന്നീട് അത് പിന്നെ പരിഹരിച്ചു. അത് ഏതായാലും അവിടെ മനസ്സിലായിട്ട് വന്നു. വിവാദമായത് പറയണം. വിവാദമായത്
വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് പറയണോണ്ട് ഉള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് അതിന്റെ റിപ്പയറിങ്ങും അത് കത്തിക്കുമ്പോ അതിന്റെ കറണ്ട് ബില്ലും KSE ബില്ലും അടക്കണം കോർപ്പറേഷനാണ്. നമ്മളൊരു കൗൺസിലറെ മാറ്റി നിർത്തി എന്ത് ലൈറ്റ് ഇട്ടിട്ട് എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? ഒരു ലൈറ്റ് നമുക്ക് ആ ഒരു പ്രദേശത്ത് നമ്മളെ ആവശ്യമാണ്, നല്ലൊരു സ്ഥാനവും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ നമ്മളെ അവിടെ 2 പേര് നിന്ന് ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് പണിത റോഡ് കുഴിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഒരു കൗൺസിലർ നിലയിൽ നമ്മൾ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ഞാനൊരു ജനപ്രതിനിധി അല്ലല്ലോ. അപ്പൊ ഞാനത് ചോദിക്കുമ്പോ അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ഇടാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ച് തീർന്ന്. പക്ഷെ ഇതിന് പകരം നമ്മൾ അസഭ്യം പറയുകയും കരാറുകാരൻ കൈക്കൂലി തരാത്ത അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ നിന്ന് പ്രതികരിച്ചില്ല. അവിടെ ഇരിക്കുന്ന ഓട്ടോക്കാരെല്ലാരും കേട്ടതാണ്, ഞാനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ വൈകിട്ടായപ്പോ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമ്പോ എന്നെ വളരെ മോശമാക്കുന്ന രീതിയിൽ, പക്ഷെ അതിനെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയുള്ള സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആർക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരാൾക്കും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഒരാൾ പ്രതികരിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ അതുകൊണ്ട് പോയി പരാതി കൊടുത്തു. അത് കേസ് അതിന്റെ വഴിക്ക് അത് നടക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഷീബ ടൂറോം എന്ന് പറയുന്ന താങ്കള് ജയിച്ചു വന്നത്. പക്ഷെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതും താങ്കളുടെ പാർട്ടിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിന് മുന്നുണ്ടായ കൗൺസിലറും MLA പല സഹായങ്ങളും ഡിവിഷനിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം MLA ഫണ്ട് വാങ്ങിച്ച എന്നെ തഴയുന്നത്, അത് തഴയപ്പെടുന്നത് അത് എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ മാത്രം അവിടെ രാഷ്ട്രീയം വരും. വേറെ പല കൗൺസിലർമാർ MLA ഒപ്പം ഫോട്ടോ എടുത്താലോ അവിടെ ഫണ്ട് വാങ്ങിച്ച് ചെയ്താലോ രാഷ്ട്രീയമില്ല. ഷീബ ടൂറോം എന്ന വ്യക്തി ഇപ്പൊ MLA ഫണ്ട് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലോ അതൊരു കൗൺസിലറുടെ ഉത്തരവാദിത്വമാണല്ലോ. കാരണം ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് നമ്മുടെ ഡിവിഷനിലേക്ക് ഫണ്ട് വരാൻ സാധ്യതയുണ്ടോ അവരെയൊക്കെ സമീപിച്ച് അവർക്ക് കത്ത് കൊടുത്ത് ആ ഫണ്ട് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പല CSR ഫണ്ട് വരെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഒരു കൗൺസിലറുടെ ഉത്തരവ്. അവിടെ രാഷ്ട്രീയം എന്നില്ല. കാരണം തന്റെ ഡിവിഷനില് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആര് സഹായിക്കുന്നു അവരുടെ സഹായം തരുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നമ്മളൊരു കുടുംബത്തിലാണെങ്കിലും ഒരു കുടുംബനാഥൻ പണിയെടുത്ത് കൊണ്ടുവരുന്ന പോലെയാണ് നമ്മളെ പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഫയലുകൾ കൊണ്ടുവന്ന് നമ്മളത് ഡിവിഷനിൽ ചെയ്യുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കണമല്ല, നമ്മളത് എവിടെയാണോ ഓടി കിട്ടാൻ പറ്റുന്നത് ആ രീതിയിൽ. കാരണം ഇപ്പൊ കോർപ്പറേഷൻ ഫണ്ടുകൾ കുറെ നമുക്ക് ബുദ്ധിമുട്ട് വന്നു. ഇപ്പൊ മേയർ ആണെങ്കിലും അതൊക്കെ പ്രതിസന്ധി പരിഹരിച്ച് ഇപ്പൊ എടുക്കാൻ കരാറുകാരൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ പ്രതിസന്ധി ഇപ്പൊ മാറി. പക്ഷെ ആ തുടക്കമുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞ പ്രതിസന്ധി തന്നെയാണ്. പ്രതിസന്ധി ഇങ്ങനെ നീലിച്ചെപ്പോഴും നിൽക്കും. അത് ജനങ്ങളെന്ന് പറയണത് നമ്മളവർക്ക് നല്ല അടിസ്ഥാന സൗകര്യമുള്ള റോഡ്. ഇപ്പൊ ഈ ഒരു വഴിയൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കടന്നു വന്ന വഴികളൊക്കെ വളരെ ബുദ്ധിമുട്ടും ഈ സ്ലാബ് ഒടിഞ്ഞ അവസ്ഥയിൽ കാല് പോണതാ. ഇപ്പൊ MLA ഫണ്ടും എന്റെ ഡിവിഷൻ ഫണ്ടും കൂടി തീർത്തപ്പോ ഈ വരമ്പത്ത് ലൈനിലെ ഉൾവശമുള്ള റോഡുകൾ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഡിവിഷനിൽ അംഗനവാടികൾ എത്തുന്നു. അത് 6 അംഗനവാടികളാണ് ഈ ഡിവിഷൻ. വാടക കെട്ടിടത്തിലാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സ്ഥലമില്ലാത്തതിന്റെ ഞാനതാ പറഞ്ഞ അത്തരത്തിലുള്ള ഫണ്ടുകൾ വരുമ്പോ നമ്മള് വെറുതെ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഫണ്ട് എവിടെയെന്നും പറഞ്ഞ് കാണിച്ച് ഫണ്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞ കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഓഫീസില്ല. മറ്റെല്ലാ കൗൺസിലർമാരും അപ്പൊ വിളിക്കുന്നവർ ചോദിക്കും ഇവിടെ വാടകക്ക് കൂടുതലും വീട്ടിൽ തന്നെയാണ് എന്റെ ഓഫീസ്. അപ്പൊ വാടക ഇപ്പൊ വേറെ ഡിവിഷനിൽ നിന്നൊക്കെ ഇവിടെ താമസിക്കാൻ വരുമ്പോ അവർക്ക് കൗൺസിലർ ഓഫീസ് കണ്ടേക്കണം. കൗൺസിലർ എവിടെ ഓഫീസിലിരിക്കണം? ഞാൻ പറയാം എന്റെ വീട് തന്നെയാണ് ഓഫീസ്. അപ്പൊ അവരുടെ വിചാരം ഇനിയും ഓഫീസ് ഉണ്ടായിട്ട് തന്നെ ഇരിക്കാഞ്ഞിട്ടാണോ? അപ്പൊ ഈ പലരും ചോദിക്കും അവിടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പുറത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നില്ല? പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള പാർക്കോ അത്തരത്തിലുള്ള പൊതുവായ ഇടങ്ങളില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ജനകീയ ഫണ്ടുകൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. അതായത് ബാസ്റ്റിൻ ബാബുവിന് തന്നെയാണ് അവിടെ വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. താങ്കളുടെ വോട്ട് അസാധുവായി പോയി എന്നുള്ള അസാധുവായിരുന്ന അല്ലെങ്കിൽ അസാധുവായതാണ്. കാരണം ഞാൻ വോട്ട് ചെയ്തത് കോൺഗ്രസിന് തന്നെ.
ഞാൻ ബാസ്റ്റിൻ ബാബുവിനെ തന്നെയാണ് വോട്ട് ചെയ്തത്. ഞാൻ ബാക്കിൽ സൈൻ ഇടാനാണ് മറന്നുപോയത്. അത് ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ വീട്ടില് അന്ന് കറണ്ടില്ല, അവിടെ പണിക്കാരൊക്കെ വന്നിട്ട് കുറെ ഞാൻ ടെൻഷനിലാണ്. ഞാൻ അവിടെ ഓടിയെത്തിയത് തന്നെ താമസിച്ച്, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് താമസിച്ചാണ് ഞാൻ എത്തണത്. ഞാൻ എൻ്റെ കാരണം എല്ലാം ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ DCCയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു മാപ്പപേക്ഷ കൊടുത്തതാണ്. പക്ഷെ ഇന്ന് വരെ ഒന്ന് DCC എന്നെ വിളിച്ചിട്ട് ഇതെന്താണെന്നോ, അല്ലെങ്കിൽ ഇവിടെ ഈ ലൈറ്റിന്റെ വിഷയം ഉണ്ടായിരുന്നു, അതെന്താണെന്നോ ഒന്ന് ചോദിക്കാൻ ഇന്നുവരെ DCC തയ്യാറായിട്ടില്ല. അതിനുപരി ഇപ്പൊ അത് കഴിഞ്ഞ് മെട്രോപൊളിറ്റൻ സമിതിയുടെ തെരഞ്ഞെടുപ്പ് വന്നു. ഞാനന്ന് കോൺഗ്രസിനാണ് ചെയ്തത്. പക്ഷെ അത് അവര് പറഞ്ഞില്ല, പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടോ ഞാൻ കോൺഗ്രസിനാണ് ചെയ്തത്. അപ്പൊ ഈ ഒരാളെ തഴയാൻ വേണ്ടി എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുക. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ താങ്കളെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെ ഞെട്ടിപ്പോവും. അന്ന് എന്നെ പുറത്താക്കി, അത് ഞാൻ അതിന് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. കാരണം ഞാൻ എന്നെ വിളിക്കണേ ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോണ്, പുറത്താക്കിന്ന്. അപ്പൊ ഈ ഒരാഴ്ച മുമ്പല്ലേ ഇലക്ഷൻ കഴിഞ്ഞത്, ഞാൻ വോട്ട് ചെയ്തതുമല്ലേ. അപ്പൊ വോട്ട് ചെയ്താൽ പുറത്താക്കൂ? ഇനി ലൈറ്റിന് പരാതി കൊടുത്തിട്ടുണ്ടായി എനിക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ട്, അപ്പൊ പരാതി കൊടുത്ത പുറത്താക്കൂ? അത് ഞാൻ ചോദിച്ചു, ഇതാണോ DCC എന്ന്? കാരണം ഒരു പരാതി ശബ്ദിക്കണവനെ വായടച്ചുകൊണ്ട് പുറത്താക്കുന്ന രീതിയാണെങ്കിൽ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാൻ അതേ ഇപ്പോഴും പറയുന്നുള്ളൂ. ഈ പല ശ്രുതികളും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഷീബ ഡുറോ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാവുന്നു. അതിന് വല്ല വാസ്തവമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ 18-ാം തീയതിയാണ് ഇതിന്റെ ശരിക്കുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം. ഞാൻ എന്തായാലും ഞാൻ അന്നും പറയുന്നു, ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ ഇല്ലാന്നും പറയല്ലേ, ഉണ്ടെന്നും പറയുന്നില്ല? ഒന്നും പറയുന്നില്ല. നമുക്ക് ഇപ്പൊ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന്. ഇപ്പൊ ഞാനൊരു കൗൺസിലർ അല്ലാത്ത സമയത്തും ഞാൻ ഈ പൊതുരംഗത്ത് ഉണ്ടായി വെക്കും. മത്സര രംഗത്തുണ്ടാവും, ഞാൻ ഉണ്ടാവും തീർച്ചയായിട്ടും മത്സരരംഗത്ത്, അത് ഉറപ്പാണ്. പക്ഷെ അത് ഇനിയിപ്പോ ഈ 18-ാം തീയതി നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ചിത്രം വ്യക്തമാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നമ്മൾ 5 വർഷം പിന്നിടുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ആത്മസംതൃപ്തിയോടുകൂടിയാണോ? തീർച്ചയായിട്ടും. എനിക്ക് എന്നെ ജനങ്ങളുടെ ഇടയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നമുക്ക് 100% ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. എന്നാലും എന്നാലാവുന്നത് ഞാൻ ഈ ഡിവിഷനിൽ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും, ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ഇന്നത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും? അല്ല, എനിക്കിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പൊതു ഇടങ്ങളില്ല, ഒരു അംഗനവാടിയെങ്കിലും ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പരിമിതിക്കകത്ത് നിന്നിട്ട് ചെയ്യാൻ കഴിയാവുന്ന എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ? ആഗ്രഹിച്ചിട്ട് ഇപ്പോ നമുക്ക് മിക്കവാറും റോഡുകളൊക്കെ നമ്മളെ ഞാൻ എന്നെ വന്നപ്പോ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, പള്ളിച്ചാൽ തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ഈ കോർപ്പറേഷൻ ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടിട്ട് അത് നമുക്ക് ഇപ്പോഴാണ് അതിന്റെ ആ ഭാഗത്ത് കുറച്ച് കയ്യേറ്റം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്നാൽ മുൻ കൗൺസിലറും അതിന് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സംഭവം ഇപ്പോഴാണത് അവർക്ക് അത് ഉൾക്കൊള്ളാനും അതെന്താണെന്നുള്ള, ഇപ്പൊ അവിടെ വെള്ളക്കെട്ടായിരുന്നു, അവരുടെ റോഡെല്ലാം നന്നായിട്ട് അവർക്ക് വെള്ളക്കെട്ട് ഇല്ലാത്ത രീതിയിൽ കൊടുത്തപ്പോൾ അവർക്കൊരു വിശ്വാസം നമ്മളോട് വന്നു. അപ്പൊ ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് MLA അടുത്ത് ഒരു മീറ്റിംഗ് വെച്ച് അവര് വില്ലിംഗ് ആയി. MLA കത്ത് തന്നു, ഇന്നലെ അത് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത് അത് നമുക്ക് ഇപ്പൊ അത് എസ്റ്റിമേറ്റ് എടുത്തു. അതെ, പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലൊരു സംതൃപ്തിയുണ്ട്. കാരണം നമ്മളത് ജനങ്ങളോട് പറഞ്ഞൊരു വാക്കാണല്ലോ, അത് നമുക്ക് സംതൃപ്തിയുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ അപ്പുറത്തൊരു ചെറിയ വഴി, ഒരു നമ്മുടെ ജെയിംസേട്ടനിലെ പഴയ മണ്ഡലം ജെയിംസേട്ടൻ്റെ ഒരു വഴി ഉണ്ടായിരുന്നു. അത് വിവിധ കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മള് കൗൺസിലറായിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ, ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മാരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ അത് ഒരു പബ്ലിക്കിന് മുമ്പ് വെച്ച് ആ വഴിയിലുള്ള ഒരു ബേബി എന്ന് പറഞ്ഞ ആളെന്നെ ഇവരെ കൊണ്ട് ഇത് നടക്കൂലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നടത്തി. ഇപ്പൊ ഞാൻ മിണ്ടിയില്ല, അത് കേട്ടോണ്ടിരുന്നു. അതിപ്പോ പറയണമെന്ന് ചോദിച്ചതാണ്. അല്ല, അതിന് കുഴപ്പമില്ലല്ലോ, നമ്മൾ ചെയ്ത കാര്യമല്ലേ. അതായത് ആ വെല്ലുവിളിയെ നേരിട്ട്, ആ വെല്ലുവിളിയെ അവിടെ വെച്ച് തിരിച്ചു വെല്ലുവിളിക്കാതെ അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോരുകയും ആ പ്രൊജക്ട് അവിടെ നടപ്പാക്കുകയും ചെയ്തു. വലിയൊരു കാര്യം, ചെറിയ കാര്യം. പിന്നെ ഇപ്പൊ MLA വലിയ രീതിയിൽ ഒരു സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതായിരിക്കും സ്വാഭാവികമായിട്ട് അത്തരം പ്രതീതികൾ വരാൻ കാരണം. LDF-ന്റെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള ഒരു പ്രതീതി വരാൻ കാരണം MLA-യുടെ അത്രയും സഹായം MP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.
ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഞാൻ പല റോഡുകളുടെയും ഇപ്പൊ ഷിപ്പ് യാർഡ് റോഡെന്നും പറഞ്ഞ ഒരു 19 ലക്ഷം ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി. കാരണം ഏതെങ്കിലും ഒരു റോഡ് MP ഞാനപ്പോൾ കണ്ടിട്ടുമുണ്ട് ഇതിന് മുമ്പുള്ള കൗൺസിലർ. ഞാനും ആ ഉദ്ഘാടനത്തിന് പോയതാണ്. ഇവിടെ തൊട്ടടുത്ത് പാരി ജംഗ്ഷനിൽ കോസ്മോസ് റോഡ്, അത് MP ഫണ്ട് കെ വി തോമസ് MP ആയിരുന്നപ്പോൾ കുഞ്ഞച്ചൻ ചേട്ടൻ പോയി പാസ്സാക്കിയിട്ട് അവിടെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ കല്ല് ഡിപ്പോന്റെ സൈഡിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട്, അതും ഇതേപോലെ MP-യുടെ ഫണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ഫണ്ട് അനുവദിക്കാം. കാരണം എനിക്ക് എന്റെ ഡിവിഷനിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ആ പ്രവർത്തകന്റെ വീട്ടിലേക്കുള്ള വഴി വളരെ ശോചനീയാവസ്ഥയിലാണ്. കാരണം അവിടെ കട്ട പാകിയിട്ടുണ്ടെങ്കിലും വെള്ളം കിട്ടാൻ. അപ്പൊ ആ ഒരു ഫണ്ടും ഷിപ്പ് യാർഡിൽ അവിടെ ഒത്തിരിയേറെ പ്രവർത്തകരും ഉള്ളതാ. ആ വഴിയും നമുക്ക് ഞാൻ ചെന്ന് ചോദിച്ചതാണ്. പക്ഷെ ഫണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നിസ്സഹായാവസ്ഥയാവണം. അവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് IB ഇടത്തിന് വേണ്ടിയാണല്ലോ ഷീബ ടൂർ പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും ഡിവിഷനിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും എന്തു പറഞ്ഞാ വോട്ട് ചോദിച്ചത്? എനിക്ക് ശരിക്കും പറഞ്ഞാല് ആ വോട്ട് ചോദിക്കാൻ പോവാൻ തന്നെ എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് ഞാൻ വോട്ട് ചോദിച്ചത്. സ്വന്തം ഞാൻ ആ ഷിപ്പ് യാർഡ് റോഡ് ജനകീയ ഫണ്ടിൽ ചെയ്തിട്ട് ആ പേരും പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കാൻ പോയത്. കാരണം എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഞാനിപ്പോ അച്യുതമേനോൻ എൻക്ലേവ് അവിടെയും ജനകീയ ഫണ്ടിൽ ചെയ്തിട്ടാണ് വോട്ട് ചോദിക്കാൻ പോയത്. MLA ഫണ്ടിൽ ചെയ്തത് പോയിട്ട് ചോദിച്ചിട്ട് എനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? നമ്മളൊരു ഫണ്ട് നമുക്ക് ഈ ഡിവിഷനിൽ തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ നമ്മളെ കാല് തേഞ്ഞത് ഇപ്പൊ ഒരു പ്രവർത്തനത്തിന് നമ്മളെ ഒരു നേതാക്കളുടെയും പൈസ വാങ്ങിച്ചിട്ടല്ല പ്രവർത്തിക്കണം. നമ്മളെ കൂടെ പ്രവർത്തിക്കണ വനിതകളെയാണെങ്കിലും അന്തസ്സോടുകൂടി അവരെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് തിരിച്ചാക്കി കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അതെന്നും അവർ പറയും. ഞാൻ ഇറങ്ങാത്തപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് നേരത്തെ വണ്ടിക്കാശും വേണ്ട, എന്തായാലും വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഷീബ വാങ്ങിച്ചു തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ വയോജനങ്ങൾക്ക് ഉള്ള പദ്ധതികൾ എന്തെല്ലാം നമ്മുടെ ഡിവിഷനിൽ? നമ്മുടെ വയോജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഒരു വയോജന കേന്ദ്രമോ ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും ഞാൻ പറയാം, ഒരാളെ സഹായിച്ച ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പൊതു ഇടങ്ങളില്ല. ശരിക്കും ഒരു ആന്റണി ചേട്ടൻ ചീരമ്പേലി പുള്ളി മരിച്ചുപോയി ഇപ്പൊ. പിന്നെ പാരി ജംഗ്ഷൻ ഭാഗത്ത് സുനിൽ എന്ന് പറയണ, അപ്പൊ അവര് സുറിയാനിപ്പള്ളി ഇടവകയാണ്. അവര് സുറിയാനിപ്പള്ളി ഇടവകയില അവിടെയുടെ അംഗം, ഒരു കുടുംബാംഗം, ഒരു അപ്പനും അമ്മയും ടീച്ചറായിരുന്നു, മോനും ഉണ്ടായിരുന്നു. ഈ അമ്മയും മരിച്ചുപോയി, അപ്പനും മരിച്ചുപോയി. ആ മോന്റെ ചികിത്സ ഒക്കെ ഏറ്റെടുത്ത ഇവര് പള്ളിയുടെ ആളുകളെ, ഇവരുടെ ബന്ധുക്കളെ ഒന്നും വിളിച്ചിട്ട് ആരും വന്ന് സഹായിച്ചില്ല. സുനിൽ എന്നായിരുന്നു മോന്റെ പേര്. 45 വയസ്സിൽ ആ പുള്ളി ഒരു 2-3 കൊല്ലം മുമ്പ് പുള്ളി മരണപ്പെട്ടപ്പോ അന്ന് ലാസ്റ്റ് മൊമെന്റിൽ ഈ ആന്റണി ചേട്ടനായിരുന്നു പുള്ളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സുനിൽ അവരുടെ യൂണിറ്റിന്റെ ഭാരവാഹികളായിരുന്നു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ബന്ധുക്കളെ ഒന്നും വിളിച്ചിട്ട് ഈ സുനിലോ ആന്റണി ചേട്ടനൊക്കെ വിളിച്ചിട്ട് വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ എന്നെ വിളിച്ചു, ആന്റണി ചേട്ടൻ വിളിച്ചു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ വളരെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലോട്ട്, ഞാൻ ഇത്രയും മെഡിസിനൊക്കെ ഹോസ്പിറ്റലിലൊക്കെ താൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടായിരുന്നെന്ന് ചോദിച്ച് പിന്നെ നമ്മളവിടെ ആംബുലൻസ് ഒക്കെ വിളിച്ച് പുള്ളിനെ കൊണ്ടുപോയി. 2-3 ദിവസത്തിനുള്ളിൽ പുള്ളി മരണപ്പെട്ടു. അങ്ങനെ അവരുടെ ബന്ധുക്കൾ പള്ളിയിൽ വന്നു. പക്ഷെ ഇവരാരും ബോഡിയൊക്കെ ഇവർ തന്നെയാണ് എല്ലാം അടക്കം ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഇവരാണ് നേതൃത്വം കൊടുത്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചു, എന്തായാലും ആ പുള്ളി ഇങ്ങനെ ഒരു ആത്മത്തിന് സംതൃപ്തിയില്ലാതെ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ആ വീട്ടിൽ നടക്കണമെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് സന്തോഷമാകും. കാരണം ഇവരുടെ ബന്ധുക്കൾ അന്നേരം ആരും സഹായിച്ചിട്ടില്ല. അങ്ങനെ അവർ ആലോചിച്ചിട്ട് പള്ളിയുമായി ആലോചിച്ച് നമുക്ക് ആ കൊച്ചുപള്ളി ഭാഗത്ത് ഒരു വീട്, അവരുടെ വീട് നമുക്ക് ഇപ്പോൾ വയോജനങ്ങൾക്ക് മരുന്ന് കൊടുക്കാനും അത് വലിയൊരു ആശ്വാസമായിരുന്നു. വയോമിത്രവും പിന്നെ കുട്ടികളുടെ ഇഞ്ചക്ഷൻ അത്തരത്തിൽ നമുക്ക്. അപ്പൊ വേറെ നമുക്ക് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ നമുക്കിപ്പോൾ ഒരു ഓഫീസായിട്ട് പോയിരിക്കാൻ പറ്റില്ല, ഒരു അംഗനവാടിയോ നടത്താൻ പറ്റില്ല. ഇത്തരത്തിൽ നമുക്ക് ഒരു ഉപകാരം അത് വളരെ എന്ന് വെച്ചാൽ പ്രായമുള്ളവരും ഹോൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ പള്ളിയുടെ സ്ഥലം അന്വേഷിക്കണം. ഇങ്ങനെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു ADS മീറ്റിംഗ്. അപ്പൊ ഈ ADS മീറ്റിംഗ് ഒക്കെ നമ്മൾ അത്യാവശ്യം അവിടെ കൂടണോണ്ട് അത് വളരെ ഒരു ആശ്വാസമാണ്. അപ്പൊ ഇനിയിപ്പോ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താങ്കൾ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു.